ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ആയോധന കല ഏതാണെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേയുള്ളൂ: കരാട്ടെ. ഇന്ന് നമ്മൾ കാണുന്ന ചിട്ടവട്ടങ്ങളോടുകൂടിയ കരാട്ടയ്ക്ക് വെറും 100-ലധികം വർഷം പഴക്കമേയുള്ളൂ. അതുകൊണ്ട് തന്നെ ആധുനിക കരാട്ടയുടെ ചരിത്രം നമുക്ക് വ്യക്തമായി കണ്ടെത്തുവാനാകും. പക്ഷേ ആധുനിക കരാട്ടയുടെ വേരുകൾക്ക് ആയിരക്കണക്കിന് വർഷം പഴക്കമുണ്ട്. അത് ഇന്ത്യയിൽ നിന്നും ചൈനയിലെത്തി ഷാവോലിൻ ടെമ്പിളിലെ സന്യാസിമാർക്ക് വജ്രമുഷ്ടി എന്ന ആയോധന കല പഠിപ്പിച്ചു നൽകിയ ബോധിധർമ്മനിൽ വരെ എത്തുന്നു. ജപ്പാനിലെ ഓക്കിനാവൻ ദ്വീപിലാണ് കരാട്ടെ ഉത്ഭവം കൊള്ളുന്നത്. ചൈനീസ് ആയോധന കലയും ഫുജിയാൻ പ്രവിശ്യയിൽ ഉത്ഭവിച്ച ചൈനീസ് വൈറ്റ് ക്രൈൻ കുംഫുവുമാണ് കരാട്ടയുടെ പൂർവികൻ എന്ന് ഉറപ്പിച്ചു പറയുവാൻ സാധിക്കും. ഓക്കിനാവൻ കരാട്ടയുടെ ചരിത്രം തേടി നാം പിന്നോട്ട് സഞ്ചരിക്കുമ്പോൾ 17-ാം നൂറ്റാണ്ടോടുകൂടി അത് അവസാനിക്കുന്നതായി കാണുവാനാകും. ആ കാലത്തിലാണ് ജപ്പാനിൽ ആയുധങ്ങൾ കൊണ്ടു നടക്കുന്നതിൽ ഭരണകൂടം നിരോധനം ഏർപ്പെടുത്തിയത്. അതോടുകൂടി ആയുധമില്ലാതെ എതിരാളിയെ കീഴടക്കുന്ന ഒരു കായിക പദ്ധതി അനിവാര്യമായി വന്നു. അക്കാലത്ത് ജപ്പാൻ സന്ദർശിച്ച ചൈനക്കാരായ വ്യാപാരികളിൽ നിന്നും അവർ വെറും കൈകൊണ്ട് എതിരാളിയെ കീഴ്പ്പെടുത്തുന്നതിലുള്ള അറിവ് സമ്പാദിക്കുകയും രഹസ്യത്തിൽ പരിശീലിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ടാവണം ആദ്യകാലങ്ങളിൽ ചൈനീസ് കൈ എന്നാണിത് അറിയപ്പെട്ടത്. ഇങ്ങനെയാണ് ആധുനിക കരാട്ടെ ഉത്ഭവിച്ചത്. 1700-കളിൽ ചൈനീസ് സഞ്ചാരിയായ കുശങ്കു ഓക്കിനാവൻ ദ്വീപിൽ എത്തിയപ്പോൾ അവിടെ ചൈനീസ് കുംഫുവിന്റെ മറ്റൊരു രൂപം താൻ കണ്ടു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹമാണ് ഷോട്ടോക്കാൻ കരാട്ടയുടെ ആദ്യ രൂപം അവർക്ക് നൽകിയതെന്നും പറയുന്നു. ഷൂരി, നഹ, ടൊമരി എന്നീ നഗരങ്ങളിലായിരുന്നു കരാട്ടയുടെ ആദിമ രൂപം എന്ന് പറയാവുന്ന ആയോധന കല പ്രചരിച്ചത്. ഓരോ നഗരത്തിലുമുള്ള ശൈലികൾ തമ്മിൽ വ്യത്യാസവും ഉണ്ടായിരുന്നു. ഷോട്ടോക്കാൻ കരാട്ടയും ഷിറ്റോ റിയുവും വന്നത് ഷൂരി നഗരത്തിൽ നിന്നുമാണ്. അക്കാലത്ത് ഇത് ഷൂരിട്ടെ എന്നറിയപ്പെട്ടു. 1800-കളുടെ മധ്യത്തിൽ സമുറായികളുടെ ആധിപത്യം തുടച്ചു മാറ്റപ്പെട്ടു. അതോടുകൂടി രാജ്യമെങ്ങും പ്രക്ഷോഭങ്ങൾ അലയടിച്ചു. ജനങ്ങൾ രാജാവിനെയും സർക്കാരിനെയും പിരിച്ചുവിട്ട് സാധാരണക്കാരാക്കി മാറ്റി. അതോടുകൂടി ചൈനീസ് കൈ പഠിപ്പിച്ചിരുന്ന മാസ്റ്റർമാർ ദാരിദ്ര്യത്തിലായി. രാജ്യമെമ്പാടും തൊഴിലില്ലായ്മയും ക്ഷാമവും പൊട്ടിപ്പുറപ്പെട്ടു. അക്കാലത്താണ് രാജകുടുംബത്തിലെ കൊട്ടാര സൈനിക മേധാവിയായിരുന്ന സാക്കോൺ ബുഷി മത്സുമാര എന്ന വ്യക്തിയും അദ്ദേഹത്തിന്റെ ശിഷ്യനായ അങ്കോ ഇറ്റ്സുവും ചേർന്ന് തങ്ങൾ പഠിച്ച ആയോധന കലകളിൽ പരീക്ഷണം നടത്തി പുതിയ ഒരു സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കുന്നത്. കുംഫുവിലെ ലോക്കിങ്ങും എടുത്തടിയും കൂടുതലായി ഉൾപ്പെടുത്തി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എതിരാളിയെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കുന്ന ഒരു ശൈലി അങ്ങനെ അവർ രൂപീകരിച്ചു. ഇതാണ് ആധുനിക ഷോട്ടോക്കാൻ കരാട്ടയുടെ മുൻഗാമി. 1905-ൽ അങ്കോ ഇറ്റ്സുവിന് കരാട്ടയോടുള്ള ഗവൺമെന്റിന്റെ വിരുദ്ധ സമീപനം മാറ്റിയെടുക്കുവാനായി. മാത്രവുമല്ല, ഓക്കിനാവയിലെ സ്കൂളുകളിൽ കരാട്ടെ പഠിപ്പിക്കുവാനുള്ള അനുമതി നേടിയെടുക്കുവാനും അദ്ദേഹത്തിനായി. ഇത് കരാട്ടയുടെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ്. അങ്കോ ഇറ്റ്സുവിനെ കരാട്ടയുടെ മുത്തച്ഛൻ എന്ന് വിളിക്കുന്നു. അങ്കോ ഇറ്റ്സുവിന്റെ ശിഷ്യനായ സെൻസായ് ഗിജിൻ ഫുനഗോഷിയാണ് കരാട്ടെ ജപ്പാനിൽ പ്രചരിപ്പിച്ചവരിൽ പ്രധാനി. 1868-ൽ ഷൂരി നഗരത്തിൽ ജനിച്ച അദ്ദേഹം 11 വയസ്സ് മുതൽ അങ്കോ ഇറ്റ്സുവിൽ നിന്നും ആയോധന കല അഭ്യസിച്ചു തുടങ്ങി. അക്കാലത്ത് ഇത് പഠിക്കുന്നത് നിയമവിരുദ്ധമായിരുന്നു എന്നും ഓർക്കണം. പിന്നീട് ആയോധന കലയോടുള്ള ഗവൺമെന്റിന്റെ സമീപനം മാറിയ കാലത്തിൽ ജപ്പാനിലെ കിരീടാവകാശിയായ ഹിരോച്ചിട്ടോ ഓക്കിനാവ സന്ദർശിക്കുവാൻ വന്നു. അപ്പോഴേക്കും മികച്ച ഒരു അഭ്യാസിയായി മാറിയിരുന്ന ഫുനഗോഷിക്ക് അദ്ദേഹത്തിന്റെ മുൻപിൽ ഒരു ഡെമോ ചെയ്യുവാൻ സാധിച്ചു. പിന്നീട് ജാപ്പനീസ് വിദ്യാഭ്യാസ മന്ത്രാലയം ടോക്കിയോവിൽ 1922-ൽ ഒരു കരാട്ടെ പ്രദർശനം നടത്തിയപ്പോൾ ഓക്കിനാവയെ പ്രതിനിധീകരിച്ച് രംഗത്തിറങ്ങിയത് ഫുനഗോഷി ആയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രകടനത്തിൽ മതിപ്പ് തോന്നിയ ഗവൺമെന്റ് കരാട്ടയെ ജപ്പാനിൽ മുഴുവനും പരിചയപ്പെടുത്തുവാൻ ആവശ്യപ്പെട്ടു. ഈ സംഭവത്തോടെ കരാട്ടയുടെ സുവർണകാലം ആരംഭിച്ചു. ഗിജിൻ ഫുനഗോഷിയെ ആധുനിക കരാട്ടയുടെ പിതാവ് എന്ന് വിളിക്കുന്നു. അദ്ദേഹമാണ് പ്രാകൃതമായ ഈ ആയോധന കലയിലെ മോശപ്പെട്ട കാര്യങ്ങൾ പരിഷ്കരിച്ച് കൂടുതൽ ഉപയോഗപ്രദമാക്കിയത്. 1936-ൽ ഫുനഗോഷിയാണ് അന്നുവരെ ചൈനീസ് കൈ എന്നറിയപ്പെട്ടു വന്ന ഈ ആയോധന കലയ്ക്ക് ശൂന്യമായ കരം എന്നർത്ഥം വരുന്ന കരാട്ടെ എന്ന പേര് നൽകിയത്. കാരണം ആ കാലഘട്ടത്തിൽ ജപ്പാൻകാരും ചൈനക്കാരും തമ്മിൽ കടുത്ത ശത്രുതയിലായിരുന്നു. ചൈനീസ് പേരുള്ള എന്തിനേയും അവർ വെറുത്തു. അതുകൊണ്ട് കരാട്ടയുടെ എല്ലാ മേഖലകളെയും പേരടക്കം പരിഷ്കരിച്ച് ജാപ്പനീസ് സംസ്കാരവുമായി അദ്ദേഹം യോജിപ്പിച്ചു. അതുമൂലം ജപ്പാൻകാരുടെ ഇടയിൽ ഇതിന് കൂടുതൽ പ്രചാരം ലഭിച്ചു. 1957-ൽ തന്റെ മരണം വരെ ഇതിന്റെ പ്രചാരണത്തിന് വേണ്ടി അദ്ദേഹം അധ്വാനിച്ചു. അങ്ങനെ കരാട്ടെ